ഹായ് ഹലോ ഫ്രണ്ട്സ്. പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അബി ഒരുപാട് ആഗ്രഹത്തോടെ ഡേവിഡിനൊപ്പം ഈ ഡീല് സ്വന്തമാക്കാൻ പോയെങ്കിലും ഈ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ അനിയുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ചാണ് തിരികെ എത്തുന്നതും. അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നുകൊണ്ട് അബിക്കും ഡേവിഡിനും അവന്തിക്കും നാഗേന്ദ്രയ്ക്കും ഒക്കെ അത് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയേക്കുന്നത്. പല ഭാഗത്തുനിന്നുള്ള കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ മാനസികമായി തളർത്തിയിരിക്കുകയാണ് അബിയെയും. എന്നാൽ നീർപ്പിക്കുന്ന നവ്യയുടെ മനസ്സിന് ഇതൊരാശ്വാസമാണ് നൽകിയിരിക്കുന്നത്. തന്നെ ചതിച്ച അബിയെയും സഹായിച്ച ഡേവിഡിനെയും ജ്വല്ലറിയും തകർത്ത് തരിപ്പണമാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ നവ്യ. അതിനായി ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുകയാണ് നവ്യ. അവരുടെ അവസാനം കണ്ടതിന് ശേഷം മരിച്ചാലും കുഴപ്പമില്ല, തന്റെ കുഞ്ഞിനും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനും നയനെയൊക്കെ പൊന്നുപോലെ നോക്കുമെന്നും ജ്വല്ലറിയുടെ പതനം കാണാതെ ഞാൻ ഇനി ഒരടി പിന്നോട്ടില്ലെന്നും ഒക്കെ നവ്യ സുഹൃത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അബിയെ കുരുക്കാനുള്ള പുതിയ തെളിവുകൾ കണ്ടെത്തുന്നതിനും ജ്വല്ലറിയും അബിയും ഡേവിഡും തമ്മിലൊക്കെ എന്താണ് ബന്ധം എന്നുള്ളത് കണ്ടുപിടിക്കാനും നവ്യ ആർക്കും തന്നെ സംശയമാകാത്ത രീതിയിൽ അബിയും ഡേവിഡിനെയൊക്കെ സോപ്പിട്ട് തന്നെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തോൽവിക്ക് പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് അബി കൂടെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ അത് എന്താണെന്ന് അവർക്ക് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നയന വരയ്ക്കുന്ന ഡിസൈൻസിനെ പോലെ തന്നെയാണ് മാളവികയും വരച്ചിരിക്കുന്നത്. എന്നാലും അവിടെ ആ ഡീൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഉന്നയിച്ച കൊട്ടേഷനേക്കാളും കുറഞ്ഞ കൊട്ടേഷൻ വെച്ചതുകൊണ്ട് മാത്രമായിരിക്കും. ഇന്ന് വരെ ഇത്രയും കുറഞ്ഞ കൊട്ടേഷനിൽ ഒരു ഡീല് മൂർത്തീസ് ജ്വല്ലറി സ്വന്തമാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രനും അവന്തികയും പറയുന്നുണ്ട്, അടുപ്പിച്ച് കുറച്ച് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചപ്പോൾ ഇതും നിസ്സാരമാണെന്ന് നമ്മൾ കരുതി. അന്ന് മുംബൈയിൽ വെച്ച് ആദർശനെ നമ്മൾ ചതിച്ചതുപോലെ തിരിച്ച് അവരൊരു പണി നമുക്കിട്ടും ഇങ്ങോട്ടേക്ക് തന്നു. അതിനെ അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു പോയി. ഇനി അതേ ചൊല്ലി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഡീലുകൾ നമുക്ക് നേടാൻ കഴിയും. അതിന് നമ്മുടെ ജ്വല്ലറിയിൽ ഒരുപാട് സെയിൽ നടക്കണം. ഇനി വരുന്ന ഓണത്തിന് നമ്മൾ അവരെ പൂട്ടിയിരിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓണം അവർ കൈയടക്കിയാൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മളിത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ അബിയും പറയുന്നുണ്ട്, അതെ അച്ഛാ, ഈ ഡീല് നമുക്ക് നഷ്ടമായതിന്റെ പേരിൽ വീണ്ടും നാണക്കേടായി എനിക്ക്. മറ്റാരുടെ മുമ്പിലല്ല, അവന്റെ മുമ്പിൽ തലമുനിക്കേണ്ടി വന്നില്ല എന്നോർക്കുമ്പോഴാണ് എനിക്ക് ഒട്ടും സഹിക്കാത്തത്. ഇനിയിപ്പോ എന്ത് കാണിച്ചിട്ടാണെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ അച്ഛാ. അവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. അതിന് ഏത് വളഞ്ഞു വഴിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അബി പറയുന്നുണ്ട്. അവന്തികയ്ക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട്, അത് അനിയേട്ടന്റെ കഴിവുകൊണ്ടാണ് അനിയേട്ടൻ അത് നേടിയെടുത്തത്. അതുപോലെ അബിയേട്ടനും കഴിവുണ്ടായിരുന്നല്ലോ. ഇവിടെ കുറച്ചുകൂടെ സ്മാർട്ട്നെസ് അബിയേട്ടൻ കാണിക്കണമായിരുന്നു. അല്ലാതെ എന്തിനും അനിയേട്ടൻ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ അത് ഓർത്ത് വിഷമിക്കണ്ട. അനി പരാജയപ്പെട്ടാൽ മാത്രമേ അവൻ മോളുടെ ഭർത്താവായി വാഴുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവൻ മോളെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. മോളോടൊപ്പം അവൻ ജീവിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രം അവൻ വളർന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവൻ മോള് പറയുന്നൊക്കെ കേൾക്കാനും തയ്യാറാവുകയുള്ളൂ. നമ്മൾ കരുതുന്ന പോലെ അവൻ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രൻ അവന്തികയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയുന്നുണ്ട്, മാളവിക ഒരു നല്ല ഡിസൈനർ ആയതുകൊണ്ടാണ് നമ്മൾ അവളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ അവൾ ഇവിടെ സെലക്ട് ചെയ്തത്. എങ്കിൽ പോലും ഈ തകർച്ചയെ നമ്മളത്ര നിസ്സാരമായി കാണാൻ പാടില്ല. ഇവിടെ പുതിയതായി വന്ന എല്ലാ സ്റ്റാഫിനും മേലും ഒരു കണ്ണ് വേണം. എല്ലായിടത്തും വെച്ചിട്ടുള്ള ക്യാമറകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സംശയാസ്പദമായി എന്ത് കണ്ടാലും എന്നെ ഉടനെ തന്നെ അറിയിക്കണം. സ്പൈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം പിടികൂടി കൊന്നുകളയുക തന്നെ ചെയ്യണം എന്നിങ്ങനെ പറയുകട്ടോ നാഗേന്ദ്രൻ. അവരെ ഒന്നും പിന്നെ ജീവിക്കാൻ അനുവദിക്കരുത്. മൂർത്തി ജ്വല്ലറി തകർത്ത് തരിപ്പണമായതിനു ശേഷം വേണം മൂർത്തിയുടെ മുമ്പിലേക്ക് എനിക്ക് ചെല്ലാൻ. അതുവരെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നടക്കണമെന്നും പറയുന്നുണ്ട് നാഗേന്ദ്രൻ. അപ്പോഴും അബിക്ക് ആ ദേഷ്യം അടക്കാനാവുന്നില്ല. അബി പറയുന്നുണ്ട്, ഓണം നമ്മൾ പിടിച്ചെടുക്കണം വച്ചാ. എന്നെ വെല്ലുവിളിച്ചതിന്റെ മുമ്പിൽ എനിക്ക് ജയിക്കണം. മൂർത്തി ജ്വല്ലറിക്ക് ഇനി ഒരു ഉയർച്ച ഉണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഡലിനെ നമുക്കൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കാം. മോഡലിന്റെ സ്ഥാനത്തുനിന്ന് നവ്യനെ മാറ്റി അവിടെ പുതിയ മോഡലിനെ കൊണ്ടുവരണം. പുതുമുഖങ്ങളെയാണ് എല്ലാവർക്കും താല്പര്യം. ഓണത്തിന് പുതിയ മോഡലിൽ തന്നെ അഭിനയിക്കട്ടെ. അതുപോലെ തന്നെ മാളവിയോട് കുറച്ചുകൂടി നല്ല ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ പറയണം. ഓണത്തിന് പുതുമയാർന്ന കസ്റ്റമേഴ്സിന്റെ മനം കവരുന്നത് പോലെയുള്ള കുറെ കളക്ഷൻസ് നമുക്കും ഉണ്ടാവണം. 0% പണിക്കൂലിയും ഇഷ്ടം പോലെ ഓഫറുകളും നൽകണം. നമ്മുടെ ജ്വല്ലറിയിലേക്ക് കടന്നു വരുന്ന കസ്റ്റമേഴ്സ് ആരും തന്നെ പർച്ചേസ് ചെയ്യാതെ മടങ്ങിപ്പോകാൻ പാടില്ല. ബൾക്കായിട്ട് നമ്മളിവിടെ സ്വർണ്ണം ഇറക്കണം. അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണങ്ങളിലും നമ്മൾ പുതിയ പുതിയ ഡിസൈൻസ് ഉണ്ടാക്കണം വെച്ചാ. മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. പഴയ പ്രൗഢിയും പ്രശസ്തിയും നഷ്ടമായി കഴിഞ്ഞാൽ കിളവന്റെയും കൊച്ചുമക്കളുടെ അഹങ്കാരം അങ്ങ് തീർന്നോളും. ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണെന്നും നമ്മൾ ഇവിടെ അലേർട്ട് ആയിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രൻ. അതിനുശേഷം ഡേവിഡും അബിയും കൂടി മാളവിയോടും ഇതേ വിഷയങ്ങൾ തന്നെ സംസാരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പുതിയ പുതിയ കുറെ ഡിസൈൻസ് വരയ്ക്കാൻ പറയുന്നുണ്ട് മാളവികയോട്. ഇതുവരെ വരച്ച ഡിസൈൻസ് മോശം നല്ല പറയുന്നത്.
എന്നാൽ ഇപ്രാവശ്യം നയൻ അവിടെ വരച്ച ഡിസൈൻസിനെക്കാളും നല്ല ഡിസൈൻസ് തന്നെ വരയ്ക്കണം. കസ്റ്റമേഴ്സിന്റെ മനം കവരുന്ന പോലെ നല്ല പുതുമയാർന്ന ഡിസൈൻസ് തന്നെ ആയിരിക്കണം. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. ചെറുത് മുതൽ വലുത് വരെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ മാളവികയോട്. അത് കേൾക്കുമ്പോൾ മാളവികയ്ക്കും അതങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതുവരെ വരച്ച ഡിസൈൻസ് ഒക്കെ തന്നെയും അതെല്ലാം നയനമ്മയുടെ വരച്ച് നൽകിയ ഡിസൈൻസ് ആണ്. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും അത്രയും നല്ല ഡിസൈൻസ് എന്നെ കൊണ്ട് വരയ്ക്കാൻ കഴിയില്ല. നയനമേടത്തിന് അത്രയും കഴിവൊന്നും എനിക്കുമില്ല. ഇനി ഇതിൽ കൂടുതൽ നല്ല ഡിസൈൻ ഞാൻ എങ്ങനെ വരയ്ക്കാനാണ്? എന്തായാലും ഇവർ പറയും പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ തന്നെ നമ്മുടെ മാളവിക എങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാളവിക ഈ വിവരം ആദർശിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദർശം പറയുന്നുണ്ട്, മാളവിക ഒന്നും കൊണ്ടും ഭയക്കണ്ട. തൽക്കാലം അവർ പറയുന്നത് കേട്ട് ഡിസൈൻസ് ഒക്കെ വരച്ചു തുടങ്ങിക്കോ. നയനും നിന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇതിന്റെ പേരിൽ ആർക്കും അവിടെ ഒരു സംശയം വരാൻ പാടില്ല. ഇപ്പൊ അവർക്ക് നേരിടേണ്ടി വന്ന ഈ തകർച്ചയുടെ കാരണം അവരെന്തായാലും അന്വേഷിക്കും. അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ സംശയങ്ങൾ പോലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു സംശയത്തിന് പോലും ഇട കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. ആത്മവിശ്വാസത്തോടെ തന്നെ അവിടെ നിൽക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ ആദർശ്. എന്തായാലും അതിനൊക്കെ ശേഷം അഭിയും ഡേവിഡും നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ബൾക്കായിട്ട് സ്വർണവും ഡയമണ്ട്സും ഒക്കെ ഇറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കുറച്ചൊന്നുമല്ല, ഒരുപാട് സ്വർണവും അതുപോലെ ഡയമണ്ട്സും ഒക്കെ ഇറക്കണമെന്ന് തന്നെ പറയാട്ടോ അഭി. ഈ ഓണം എന്ത് വില കൊടുത്തും നമ്മൾ കൈയടക്കിയേ പറ്റുള്ളൂ. ഇതെന്നെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് കുറച്ചൊന്നും പോരാ, ഇച്ചിരി ബൾക്കായിട്ട് തന്നെ എല്ലാം ഇറക്കണം. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാകണം. ആരും ഒരു കുറവും പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ഡേവിഡ് പറയുന്നുണ്ട്, അഭി സാറേ, എല്ലാം നമ്മൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ആദർശം നന്ദുവും ഒക്കെ നമ്മുടെ പിന്നാലെ തന്നെ ഉള്ളത് കൊണ്ട് എല്ലാം അതീവ രഹസ്യമായിരിക്കണമെന്നും നമ്മൾ 4 പേരും അല്ലാതെ മറ്റാരും ഇത് ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഡേവിഡ് അഭിയോട്. ഈ സമയത്ത് അഭി ഡേവിഡിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണം എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ചോദിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഇവർ ഈ കള്ളക്കടത്ത് സ്വർണവും ഡോബേക്ക് ഡയമണ്ട്സ് ഒക്കെ ഇറക്കുന്നതെന്ന് ഡേവിഡ് പറയുന്നുണ്ട്. ഓണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർ ബൾക്കായിട്ടുള്ള ഓർഡറും കൊടുക്കുന്നുണ്ട്. കപ്പൽ മാർഗമാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കയ്യിലെത്തുന്നത്. എയർപോർട്ട് വഴി നമ്മൾ ഇതിനു മുമ്പും സാധനങ്ങൾ കടത്തിയിട്ടുണ്ടെങ്കിലും അത് ഒരുപാട് റിസ്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ കപ്പൽ മാർഗമാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത്ര പെർസെന്റേജ് കൈമടക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിക്കുന്നതും. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നത് മോന്റെ അച്ഛൻ തന്നെയാ. അച്ഛനാണ് അവരുമായിട്ടൊക്കെ പിടിപാടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കൊണ്ടുവന്ന സ്വർണ്ണമാണ് നന്ദു പിടിച്ചത്. പക്ഷെ അന്ന് അതിൽ നിന്ന് നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ മിക്കവാറും അയാൾ നമ്മുടെ പേര് പറഞ്ഞേനെ. അയാൾ അന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. മോന്റെ അച്ഛൻ ഇനി ഒരു തെളിവിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അയാളുടെ കഥ കഴിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. സാധനം സേഫായിട്ട് നമ്മുടെ കയ്യിലെത്താൻ വേണ്ട മുൻകരുതലൊക്കെ നമ്മളും കൂടി എടുക്കണം. ഇവിടെ ഒരു വാഴ്ചയും സംഭവിക്കാൻ പാടില്ല എന്ന് തന്നെ ഡേവിഡ് പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ കമ്പനിയുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ചും നവ്യ അബിയോട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നവ്യോടൊന്നും തന്നെ തുറന്നു പറയുന്നില്ല അബി. നവ്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അബി നോക്കുന്നത്. അത് നവ്യക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നവ്യ അബിയെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കെന്താ ഒരു മാറ്റം? എന്താണ് നിനക്ക് പറ്റിയേ? നീ ആളാകെ മാറിയതുപോലെ ഉണ്ടല്ലോ. എന്താ എന്താ നിന്റെ പഴയ സ്വഭാവം ആയി തുടങ്ങിയോ നിനക്ക്? അധികാരം പണവും നിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ നിന്റെ പഴയ സ്വഭാവം എടുത്തു തുടങ്ങിയോ നീ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ല നവ്യേ, അത് നിനക്ക് വെറുതെ തോന്നുന്നതാ. നിനക്കറിയാമല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതെനിക്കുണ്ടായ നാണക്കേട് ചെറുതല്ല. ഇങ്ങനൊരു നാണക്കേടിലേക്ക് എന്നെ തള്ളിവിട്ട അവരോട് ഞാൻ ഇതിന് പകരം വീട്ടണ്ടേ? അതിന്റെ തിരക്കില്ല ഞാനിപ്പോ. അതാ എനിക്ക് നിന്നെ നമ്മുടെ മോനെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത്. നീ വേറൊന്നും വിചാരിക്കല്ലേ. ഈ ഓണം കഴിയുന്നവരെ ഇങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്ത് വില കൊടുത്തും ഓണം നമുക്ക് പിടിച്ചെടുക്കണം. ഇനിയിപ്പോ നിനക്കും പണി കൂടും. നിനക്ക് മാത്രമല്ല, ഡിസൈനറായ മാളവികയ്ക്കും പണി കൂടും. ഓണം പ്രമാണിച്ച് കുറച്ചധികം പരസ്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതിൽ നിനക്ക് മോഡലായിട്ട് അഭിനയിക്കണമല്ലോ. അതുപോലെ തന്നെ കുറെ പുതിയ കളക്ഷൻസും ഇത്തവണ നമ്മൾ ഇറക്കും. ഓണത്തിന്റെ സെയിലില് നമ്മുടെ കമ്പനി തന്നെ ഒന്നാമതെത്തണം. അതിനുള്ള തത്രപ്പാടില്ല ഞാനും ഡേവിഡ് സാറും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി. ഓണം കയ്യിലെടുക്കുമെന്ന് പറഞ്ഞല്ലേ അവൻ എന്നെ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് ഓണത്തിന് ശേഷം ഓണത്തിന്റെ സെയിലൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അവൻ തല ഒലിച്ചിരിക്കുന്ന എനിക്ക് കാണണം. മൂർത്തി ജ്വല്ലറിയിൽ അവൻ MD ആയതിനു ശേഷം നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ മുത്തച്ഛൻ തന്നെ പറയണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി. നവിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. നീയെന്നല്ല ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്ന ആര് വിചാരിച്ചാലും അതൊന്നും നടക്കില്ലടാ. എത്ര തലയും കുത്തി മറിഞ്ഞാലും ഇനി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ല. നിങ്ങളുടെ സർവനാശം കാണാൻ വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നതെന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തൊക്കെ പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്താലും അതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് പൊളിച്ചടുക്കിയിരിക്കും. ഇനി ഈ ജ്വല്ലറി വളരാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
എന്നാലും അബിക്ക് സംശയമാകാത്ത രീതിയിൽ തന്നെ നവ്യ പറയുന്നുണ്ട്, നീ മാനേജർ ആയതിനു ശേഷം കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് സാറും നിന്റെ അമ്മയും ഒക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഉണ്ടായ ഈ തകർച്ചയിൽ നിന്റെ ഇമേജ് വല്ലാണ്ട് അങ്ങ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഓണത്തിന് മൂർത്തീസ് ജ്വല്ലറി നടക്കുന്നതിനേക്കാൾ കൂടുതൽ സെയിൽ എം ജ്വല്ലറിയിൽ നടക്കണം. അങ്ങനെ ബിസിനസ് തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കണം. ഇപ്പൊ തന്നെ സ്റ്റാഫുകൾക്കിടയിൽ മൊത്തത്തിലൊരു അടക്കം പറച്ചിലുണ്ട്, നീ ഒരു രാശിയില്ലാത്തവനാണെന്നൊക്കെ. എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അബിക്ക് ദേഷ്യം വരികയാണ്. അബി ചോദിക്കുന്നുണ്ട്, ആരാ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത്? അതാരാണെങ്കിലും അവരിനി എം ജ്വല്ലറിയിൽ വേണ്ട. പറ നവ്യ, ആരാ അത്? അതാരാണെങ്കിലും അവരിനി എം ജ്വല്ലറിയിൽ ജോലി ചെയ്യണ്ട. എനിക്ക് വില തരാത്ത ആരും ഞാൻ എം ജ്വല്ലറിയിൽ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ എനിക്ക് ആ ഡേവിഡിന്റെ സമ്മതം പോലും വേണ്ട. ഞാൻ വിചാരിച്ച ആ ഡേവിഡിനെ പോലും പുറത്തു കളയും, പിന്നല്ലേ സ്റ്റാഫ് എന്നിങ്ങനെ ദേഷ്യത്തിൽ അബി പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അബി നീ എന്താ ഇപ്പൊ അറിയുന്നത്? എം ജ്വല്ലറിയുടെ MD ആണ് ഡേവിഡ് സാറ്. നീ തല മറന്ന് എണ്ണ തേക്കാൻ നോക്കരുത് അബി. നിനക്കിപ്പോ ഈ കിട്ടിയ ജോലിയും കൂടെ പോയാലുള്ള അവസ്ഥ അറിയാലോ. ഒരുപാട് അധികാരവും സ്വാതന്ത്ര്യം കാണിക്കാൻ നിന്നാ ചിലപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അതുകൊണ്ട് നീ വിളിച്ചിട്ട് മയത്തിലൊക്കെ പെരുമാറണം. ഒരിക്കലും ഡേവിഡ് സാറിനോട് മര്യാദയില്ലാതെ സംസാരിക്കരുത്. നമ്മുടെ ലൈഫിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഡേവിഡ് സാറും കൂടിയാ. അതുകൊണ്ട് ഡേവിഡ് സാറിനെ നമ്മൾ ബഹുമാനിക്കണമെന്നൊക്കെ നവ്യ പറയാട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അത് പിന്നെ നവ്യെ, ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഡേവിഡ് സാറിനേക്കാൾ കൂടുതൽ അധികാരമൊന്നും എനിക്ക് അവിടെ കാണിക്കാൻ കഴിയില്ലല്ലോ. ആ ഡീല് നമുക്ക് നഷ്ടമായതാ എല്ലാത്തിനും കാരണം. ഞാൻ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡീലായിരുന്നു ഇത്. ഞാൻ ആ ഡീല് ഏഞ്ചലർക്ക് തന്നെ കിട്ടാൻ വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ആ ഡീല് നമുക്ക് കിട്ടാതെ പോയതിന്റെ വിഷമം എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഈ നാണക്കേടിൽ നിന്ന് ഞാൻ തന്നെ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. അതുറപ്പാ നബിയെ, അല്ലെങ്കിൽ നീ നോക്കിക്കോ. ഇനി അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ് അബി അവിടുന്ന് പോകുന്നുണ്ട്. അബി എന്നിട്ട് നേരെ ബാൽക്കണിയിൽ പോയി ഇരിക്കുകയാണ്. അവിടെ എങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അബി ഡേവിഡിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്വർണം കൊണ്ടുവരുന്നതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാത്രി തന്നെ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുമെന്ന് ഡേവിഡും പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട്, എല്ലാം അതീവ രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല. പ്രത്യേകിച്ച് നന്ദുവിനെ ശ്രദ്ധിക്കണം. അവളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ പോലും അപകടമാണ്. കുറച്ചൊന്നുമല്ല, ഇതൊരു ബൾക്ക് ഓർഡറാണ്. എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അബി സാർ ഒന്നും കൊണ്ട് മേടിക്കണ്ട, നമ്മുടെ പയ്യന്മാർ അതൊക്കെ വേണ്ട രീതിക്ക് നോക്കിക്കോളും. രാത്രി 2 മണിക്ക് തന്നെ സാധനം നമ്മുടെ കയ്യിലെത്തും. അവിടുന്ന് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ സാധനം നമ്മുടെ സ്ട്രോങ് റൂമിലേക്കും എത്തും. സാറ് സമാധാനമായിട്ട് ഇരിക്കും സാറേ. എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നും കൊണ്ടും പേടിക്കാനില്ല. ഞാൻ ദേ ഇപ്പൊ സാറിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാ. ഇന്ന് നൈറ്റ് ഞാൻ ഹോട്ടലിൽ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതേക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട. പ്രത്യേകിച്ച് നബി പോലും ഇതൊന്നും അറിയാൻ പാടില്ല. രാത്രി സാധനം നമ്മുടെ കയ്യിൽ എത്തിയതിനു ശേഷം ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടേക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഡേവിഡ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അബി അതേക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അവന്തിക വരുന്നുണ്ട്. ശരിക്കും അവന്തിക അനി അവിടെ കാണുന്നോർത്ത് അനിയോട് സംസാരിക്കാനാണ് വരുന്നത്. വരുമ്പോൾ കാണുന്നത് അബിയാണ് കേട്ടോ. എന്നിട്ട് അബിയോട് കാഷ്വലായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ അവന്തിക. അപ്പൊ അബി ചോദിക്കുന്നുണ്ട്, ആണോ, എന്താ അച്ഛൻ നിന്നോട് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഡേവിഡെങ്കില് അബിയേട്ടനോട് പറഞ്ഞില്ലേ? ഇന്ന് രാത്രി ബൾക്കായിട്ട് സാധനങ്ങൾ എത്തുമെന്നല്ലേ പറഞ്ഞത്. രാത്രിയോട് തന്നെ നമ്മുടെ കൈകളിലേക്ക് അത് എത്തും. ഇത്രയും നാളും നമ്മൾ കൈകാര്യം ചെയ്ത പോലെ ചെറിയ ഓർഡറൊന്നും അല്ലിത്. ഇത് ഇച്ചിരി ബൾക്ക് ഓർഡർ അല്ലേ. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അച്ഛൻ വിളിച്ചത്. മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി അബിയേട്ടൻ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, അതൊക്കെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായി എന്ന് അച്ഛൻ പറഞ്ഞത്. എന്തായാലും ഇതേ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ അധികം വൈകാതെ തന്നെ മൂർത്തി ജ്വല്ലറി തകർക്കാൻ കഴിയുന്ന അച്ഛൻ പറയുന്നത്. ഇപ്പൊ നമുക്കുണ്ടായ ഈ തകർച്ചയൊക്കെ മറികടക്കാനും മൂർത്തി ജ്വല്ലറിക്ക് നല്ലൊരു പണി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാ ഇത്രയും റിസ്ക് എടുക്കുന്നത് തന്നെ. എന്തായാലും ഈ വരുന്ന ഓണം നമുക്ക് തന്നെ സ്വന്തമാക്കണം അബിയേട്ടാ എന്നിങ്ങനെ അവന്തിക പറയുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, അല്ല അവന്തികെ, സാധനം നമ്മുടെ ഏത് ബ്രാഞ്ചിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, എന്തിനാ അബിയേട്ടാ അതറിയുന്നത്? അതെന്തിനാ അബിയേട്ടാ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്? അതെന്തായാലും അച്ഛനും ഡേവിഡെങ്കിലും കൂടെ മാനേജ് ചെയ്തോളും. അതേപറ്റി കൂടുതൽ ആരും സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ടല്ല മോളെ, എന്നാലും അതെവിടെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തന്നെ സാധനം കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട് അവന്തിക. അപ്പൊ അഭി ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാ അയാൾ എന്നോടത് മറച്ചു വെച്ചത്? ഞാൻ അറിഞ്ഞ ഇത് ആരുടെയും പറയാൻ പോകുന്നുണ്ടോ? 2 മണിയോടെ സാധനം നമ്മുടെ കയ്യിലെത്തും. അത് കഴിഞ്ഞാൽ നേരെ സ്ട്രോങ് റൂമിലേക്ക് ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയാതെ ചെല്ലും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ് ആ സ്ട്രോങ് റൂം ഉള്ളതെന്നൊക്കെ ഉള്ളത്. അയാൾക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാനൊരു അന്യനൊന്നും അല്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ സ്വന്തം സ്ഥാപനമല്ലേ അത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നതിൽ എന്താ തെറ്റുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഒരു അതൃപ്തി അറിയിക്കുന്നുണ്ട് കേട്ടോ അബി. അപ്പോഴും അവന്തിക അതൊന്നും തന്നെ വകവയ്ക്കാതെ പറയുന്നുണ്ട്, എന്തായാലും ബിസിനസിന്റെ കാര്യത്തിൽ ഡേവിഡ് അങ്കിളിന് നമ്മളെക്കാളൊക്കെ പരിചയമുണ്ട്.
അതുകൊണ്ട് ഇതുപോലുള്ള രഹസ്യങ്ങളൊന്നും ഒരുപാട് ലീക്കൗട്ട് ആക്കാത്ത നല്ലതെന്നൊക്കെ പറയുകയാണ് അവന്തിക. അതിനുശേഷം അവന്തിക, അല്ല അഭിയേട്ടാ, അനിയേട്ടനെ എവിടെ വല്ലതും കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, ഞാൻ അവനെ കണ്ടില്ല. എനിക്ക് അവന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന്റെ കാര്യം ഒന്നും തന്നെ ഞാൻ അന്വേഷിക്കാറുമില്ല എന്ന് പറയുകയാണ് അഭി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനിയേട്ടനെ അന്വേഷിച്ച ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നത്തെ ദിവസം അനിയേട്ടനെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല. കുറച്ച് സമയമെങ്കിലും അനിയേട്ടന്റെ കൂടെ സംസാരിക്കാതെ എങ്ങനെ ആ മനസ്സിൽ ഞാൻ കയറി പറ്റും അഭിയേട്ടാ? എത്രയൊക്കെ ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴും പിന്നെയും അകന്നു പോകുന്ന പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുമ്പോഴേക്കും അതൊന്നും വലിയ കാര്യമായിട്ട് തന്നെ എടുക്കുന്നില്ല കേട്ടോ അബി. അബിയുടെ മനസ്സിൽ അപ്പോഴും ആ ഒരു സ്വർണത്തിന്റെ കാര്യം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതും. അബിയേട്ടൻ എന്തോ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞു വല്ലതും അബിയേട്ടൻ കേട്ടായിരുന്നോ എന്നിങ്ങനെ അവന്തിക ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അവൻ എവിടെ പോയതാണെങ്കിലും എന്തിനു പോയതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം മോളെ, അവനെ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവൻ ഇപ്പോഴും ആ നന്ദുവിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ഡീല് സ്വന്തമാക്കിയതിന്റെ പാർട്ടി ആഘോഷിക്കാൻ പോയതായിരിക്കും രണ്ടുപേരും കൂടി. അതായിരിക്കും അവൻ ഇവിടെ കാണാത്തത്. അല്ലെങ്കിൽ ഈ സമയത്ത് അവൻ ഇവിടുന്ന് എവിടെ പോകാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവന്തേക്ക് അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമല്ലോ അഭിയേട്ടാ. അവളെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അനിയേട്ടനെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അനിയേട്ടൻ എന്റെ കഴുത്തിൽ തന്നെ താലി ചാർത്തും. അല്ലാതെ അനിയേട്ടന് വേറൊരു വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അവന്തിക. എന്നാൽ അവന്തികയും അഭിയും സംസാരിച്ച കാര്യങ്ങളെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നവ്യ അഭിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച സമയത്ത് അഭി നവ്യോട് ദേഷ്യം കാണിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോകുന്നത് നവ്യ കണ്ടായിരുന്നു. അഭി എങ്ങോട്ട് പോയതാന്ന് അന്വേഷിക്കാനായിട്ട് നവ്യ പിന്നാലെ ഇറങ്ങി വരുമ്പോഴേക്കും അഭി ഡേവിഡുമായിട്ട് സംസാരിക്കുന്നതാണ് നവ്യ കണ്ടത്. ഡേവിഡ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അങ്ങോട്ടേക്ക് ഉടനെ തന്നെ അവന്തിക വന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതും നവ്യ മറഞ്ഞു നിന്ന് തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പൊ ഇന്ന് രാത്രി ഹോട്ടൽ മുറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ എത്തുന്നുണ്ടെന്നാണല്ലോ ഇവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ അറിയിക്കണം. അത് മാത്രമല്ല, ഇവരിടയ്ക്കിടയ്ക്ക് അച്ഛൻ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആരുടെ അച്ഛന്റെ കാര്യങ്ങളാണ് ഇവര് പറയുന്നത്? അല്ല, ഇവരുടെ അച്ഛൻ നേരത്തെ തന്നെ ഇവരെ ഉപേക്ഷിച്ച് പോയതല്ലേ? പിന്നെ ഏത് അച്ഛന്റെ കാര്യങ്ങളാണ് ഇവര് പറയുന്നത്? എന്തായാലും അത് പിന്നീട് നോക്കാം. ആദ്യം ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ അറിയിക്കണം. ആ കള്ളക്കടത്ത സ്വർണം നന്ദു തന്നെ പിടികൂടണം. ഒരിക്കലും അനഘയെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ച ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പോയെങ്കിലും അന്ന് അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അന്ന് അതിന്റെ പേരിൽ ഞാൻ അവളോട് ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. ഇപ്പൊ എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കള്ളക്കടത്ത് സ്വർണം ആരാണ് കൊണ്ടുവന്നതെന്ന് ലോകം മുഴുവൻ അറിയണം. ഡേവിഡിനെ നന്ദു തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതിന് കൂട്ടുനിന്ന് എല്ലാവരെയും പിടികൂടണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചതിന് നവ്യ വേഗം റൂമിൽ ചെന്ന് സുഹൃത്തായ നമിതയെ വിളിച്ചിട്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം നീ നന്ദുവിനെയും അതുപോലെ ആദർശേട്ടനെയൊക്കെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ നവ്യ പറഞ്ഞ പ്രകാരം തന്നെ നമിത നന്ദുവിനും ആദർശനും ഒരു സൂചനയൊക്കെ കൊടുക്കുന്നുണ്ട്. ആദർശ് ഉടനെ തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് ഒരു അജ്ഞാത സന്ദേശം കിട്ടിയെന്ന് പറയുമ്പോഴേക്കും നന്ദുവും തിരിച്ച് പറയുന്നുണ്ട്, അതെ ആദർശേട്ടാ, എനിക്ക് ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നായിരുന്നു. ഇന്ന് രാത്രി ഹോട്ടൽ മുറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണ്ണം എത്തുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നേക്കുന്നത്. മിക്കവാറും നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആ ഹോട്ടലിൽ തന്നെ ആയിരിക്കും. അതിനിടയിൽ കിങ് കോബ്രാന്നും ഡേവിഡും ഉണ്ടായിരുന്നു. മിക്കവാറും ജ്വല്ലറിയിലേക്ക് വരുന്ന കള്ളക്കടത്ത് സ്വർണം തന്നെ ആയിരിക്കും ഇത്. എന്തായാലും ഇതൊരു അജ്ഞാത സന്ദേശം ആയതുകൊണ്ട് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ലല്ലോ ആദർശേട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഒന്നും നമുക്ക് അറിയില്ലല്ലോ മോളെ. ചിലപ്പോൾ ഇതൊരു ട്രാപ്പാണെങ്കിലോ. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രമേ എന്തിനും ഇറങ്ങി തിരിക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ. അത് ഞാൻ എന്തായാലും നോക്കിയും കണ്ടും ചെയ്തോളാം ആദർശേട്ടാ. എന്തായാലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ എന്തായാലും ആദർശേട്ടനെ വിളിക്കാം. ഇപ്പൊ ആദർശേട്ടൻ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫോൺ വെച്ചതിന് ശേഷം ആ അജ്ഞാത സന്ദേശം ലഭിച്ചതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നവീനം അയച്ചു കൊടുക്കുന്നുണ്ട് നന്ദു. അത് മാത്രമല്ല, നാഗേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടലിന്റെ പരിസരത്ത് തന്നെ അവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നന്ദു ആൾക്കാരെ നിർത്തിയിട്ടുമുണ്ട്. അവരെയൊക്കെ വിളിച്ച് ഒന്ന് അലേർട്ടായി ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ നന്ദു. എന്നിട്ട് അതിനുള്ള മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട്. ഇത്തവണ അവരെ വഴിയിൽ വെച്ച് തടഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാൽ അന്നത്തെ പോലെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടാൽ നമുക്ക് തെളിവുകൾ ഇല്ലാതാകുമെന്നും അതുകൊണ്ട് അവർ അതുമായി എങ്ങോട്ടേക്കാണോ പോകുന്നതെന്ന് വാച്ച് ചെയ്ത് പിന്തുടരുന്നതാണ് നല്ലതെന്നും നന്ദു വിചാരിക്കുന്നുണ്ട്. എന്നാൽ രാത്രി സമയം ആയതുകൊണ്ട് തന്നെ നന്ദുവിനെ തനിച്ച് ഇതിലേക്ക് വിടാൻ ആദർശം സമ്മതിച്ചില്ല കേട്ടോ. മറുഭാഗത്തുള്ളവരെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായതുകൊണ്ട് തന്നെ ഇവിടെ നന്ദുവിനെതിരെ എന്തെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായാൽ ഇടപെടാൻ തക്ക വണ്ണത്തിൽ ആദർശം നവീനും ഒക്കെ റെഡിയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും രാത്രി 2 മണി സമയത്ത് വിചാരിച്ച പോലെ തന്നെ ആ ഹോട്ടലിന്റെ മുമ്പിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും 3 ഗുണ്ടകൾ ഇറങ്ങി 2 ബാഗുമായിട്ട് ഉള്ളിലേക്ക് പോകുന്നതുമൊക്കെ നവീൻ കാണുകയും ഉടനെ തന്നെ നന്ദുവിനെ വിളിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ അജ്ഞാത സന്ദേശം സത്യമാണെന്നും ഹോട്ടലിലേക്ക് സ്വർണം മാറ്റിയെന്നും നന്ദു ആദർശിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് നന്ദുവും ആദർശും എത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
നവീനും അവർക്കൊപ്പം കൂടുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഗുണ്ടകൾ സ്വർണം കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരികയായിരിക്കും. നന്ദുവും ആദർശും നവീനും ചേർന്ന് അവരെ തല്ലി ഒതുക്കിയിട്ട് നേരെ കള്ളക്കടത്ത് സ്വർണം ആർക്കാണ് കൈമാറി എന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അപ്പോൾ ഡേവിഡിനാണെന്നും പറഞ്ഞ് റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഗുണ്ടകളും. ഡേവിഡും നാഗേന്ദ്രയും ഈ സമയത്ത് ആ സ്വർണവും ഡയമണ്ടും ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ട് തന്നെ അവർ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദവും ആദർശവും ഒക്കെ നല്ല മാസമായിട്ട് ഗുണ്ടകളെയും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ കണ്ട കാഴ്ച ശരിക്കും ആദർശന് ഞെട്ടലുണ്ടാക്കി. നാഗേന്ദ്രനെ ആദർശ് തിരിച്ചറിയുന്നുണ്ട്. ജലജ അപ്പച്ചിയുടെ ഭർത്താവ്, അതെ അയാൾ തന്നെ. അയാൾ എങ്ങനെ ഇവിടെ? ഇതുമായി അയാൾക്ക് എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ആദർശ് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഡേവിഡും അതുപോലെ നാഗേന്ദ്രനൊക്കെ ആകെ ഭയന്ന് ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ. എല്ലാം കൈവിട്ട് പോയെന്നൊക്കെ ഓർത്ത് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ നിൽക്കുകയാണ് നാഗേന്ദ്രൻ. നാഗേന്ദ്രനെ ആദർശ് തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറായ നാഗേന്ദ്രൻ. നിനക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എന്നാൽ നിനക്കിത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല ആദർശേ. നിന്റെ മുത്തശ്ശനോട് എന്റെ അടങ്ങാത്ത ഭാഗ്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അയാൾ എന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ്. അതിന്റെ വേദന ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം നിന്റെ മുത്തശ്ശനായ അനന്തമൂർത്തിയും അയാളുടെ കുടുംബവും കൊച്ചുമക്കളും ഒക്കെ അനുഭവിക്കണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇതിന്റെ എല്ലാം പിന്നിൽ എന്റെ ബുദ്ധി തന്നെയാ. ഇത്രയും നാളായിട്ടും ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് തന്നെ എന്റെ വിജയം. പിന്നെ ഇയാളെ എനിക്ക് കിട്ടിയത് ദുബായിൽ നിന്നാ. ഇയാൾ എന്റെ ബിനാമിയാ. അതിലുപരി എന്റെ വിശ്വസ്തനും കൂടിയാ. അനന്തപുരി തറവാടിന്റെയും അനന്തമൂർത്തിയുടെയും അയാളുടെ കൊച്ചുമക്കളുടെയൊക്കെ നാശം കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇതുപോലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത്. കുറെ നാളുകളായിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഗൾഫിൽ വെച്ചും അന്ന് നിന്നെ ഞാൻ കൊടുക്കാൻ നോക്കിയതാ. അന്ന് നീ നിന്റെ മുത്തശ്ശന്റെ സഹായത്തോടെ തലനാരഴുകി രക്ഷപ്പെട്ടു. അതിനുശേഷം മുംബൈയിൽ വെച്ച് നിന്നെ ഞങ്ങൾ മയക്കിക്കിടത്തി. അങ്ങനെ ഞങ്ങൾ ആ ഡീല് സ്വന്തമാക്കി. അങ്ങനെ നാട്ടിലും എൻ ജ്വല്ലറി ഒന്നാമതായി എത്തി. ഇനിയും എൻ ജ്വല്ലറി കൊതിച്ചുയരും. മൂർത്തീസ് ജ്വല്ലറിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. നിന്റെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന പോലെ ഇനി മൂർത്തീസ് ജ്വല്ലറിക്ക് പഴയ പ്രതാപവും പ്രൗഢിയും ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം തകർന്നടിഞ്ഞു. ഇനി ആനന്ദമൂർത്തിയുടെ മൂർത്തീസ് ജ്വല്ലറിയുടെയൊക്കെ നാശവാ. അതെന്തായാലും ഉടനെ തന്നെ നടക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാനും എന്റെ മക്കളും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. എന്റെ മനസ്സിലുള്ള അതേ തീയും പകയും വൈരാഗ്യവും തന്നെ അവരുടെ മനസ്സിലും ഉള്ളത്. ആ തീയെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അണയ്ക്കാൻ സാധിക്കില്ല ആദർശെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിനെ വെല്ലുവിളിക്കാണ് കേട്ടോ നാഗേന്ദ്രൻ. ഈ സമയത്ത് ആദർശന് ദേഷ്യം വന്നിട്ട് ആദർശ് നാഗേന്ദ്രനെ പിടിച്ച് തള്ളുകയും അയാൾക്കിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ താനായിരുന്നു അല്ലേ ഇതിന്റെ എല്ലാം പിന്നില്? ഏൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം താൻ കെട്ടിപ്പടുത്തതായിരുന്നു അല്ലേ? കള്ളവും ചതിയും വഞ്ചനയിലൂടെ അല്ലേടോ താൻ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത്? ആരെ ചതിച്ചിട്ടാടോ താൻ ഇതൊക്കെ സ്വന്തമാക്കിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഡേവിഡിനെ നാഗേന്ദ്രയൊക്കെ തല്ലിച്ചതയ്ക്കാണ് ആ നന്ദുവും ആദർശും കൂടി. എന്നാലും നാഗേന്ദ്രനെ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു ഭയമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്താലും അയാളുടെ ആസ്തി ഉപയോഗിച്ച് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുമെന്നും ഇനിയും അനന്തമൂർത്തിയെയും അതുപോലെ മൂർത്തി ജ്വല്ലറിയൊക്കെ തറ പറ്റിക്കാനായി ശ്രമിക്കുന്നൊക്കെ തന്നെയാണ് നാഗേന്ദ്രൻ പറയുന്നത്. എന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇനി പൂവണിയാൻ പോവാണെന്നും എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് അട്ടഹസിക്കുകയാണ് നാഗേന്ദ്രൻ. എന്നാൽ ഇത് കേട്ട നന്ദനും ആകെ ദേഷ്യം വരികയാണ്. തന്റെ മോഹമൊന്നും ഇനി ഒരിക്കലും നടക്കില്ലടോ. കുറെ നാളായി താൻ ഇവിടെ കളി തുടങ്ങിയിട്ട്. ഇനി അത് നടക്കില്ല. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ കളി അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തുനിഞ്ഞിറങ്ങിയേക്കുന്നത്. നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചാലും താൻ അതിൽ നിന്നൊക്കെ നിഷ്പ്രയാസം ഊരി പോകുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവടോ. എന്നാലും തന്നെ ഒന്നും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏൻ ജ്വല്ലറിയുടെ മാസ്റ്റർ ബ്രെയിൻ താനായിരുന്നുവെന്ന്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് താൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും തന്നെ നടക്കില്ല. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കുമെന്നുള്ള മോഹം അതിനി എന്തായാലും നടക്കാൻ പോകുന്നില്ലടോ. മൂർത്തീസ് ജ്വല്ലറിയും അതുപോലെ മൂർത്തി മുത്തശ്ശനെയും ആദിച്ചേട്ടനെയും മാനിയൊന്നും തനിക്കിനി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം കൈവിട്ടു പോയടോ. നാളെ തന്നെ നിങ്ങളെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് നിങ്ങളെ നേരെ റിമാൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. അധികം വൈകാതെ തന്നെ തന്റെ മോനെ ഞാൻ തന്റെ കൂടെ അയച്ചേക്കാം. അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ച് അവളെ കൊല്ലാൻ നോക്കിയതിന്റെ പേരിലും എന്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയതിന്റെ പേരിലും ഒക്കെ അവനിട്ടുള്ള ശിക്ഷയും ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആദ്യം ചെല്ല്, പുറകെ തന്നെ ഞാൻ അഭയം പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് തൊണ്ടി മുതലായിട്ട് ആ കള്ളക്കടത്ത് സ്വർണവും ആ ഡയമണ്ട് ആഭരണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ ആദർശും നന്ദവും നവീനും കൂടെ നേരെ സ്റ്റേഷനിലേക്ക് തന്നെ ചെല്ലുകയാണ്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ യഥാർത്ഥ ശത്രുക്കളെ നന്ദവും ആദർശവും കൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. അവരെ ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ച് അനധികൃതമായാണ് എൻ ജ്വല്ലറിയിൽ സെയിൽ നടക്കുന്നതെന്നും ടാക്സി വെട്ടിയപ്പം കള്ളക്കടത്ത് സ്വർണവും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് ആഭരണങ്ങളും എല്ലാം വിൽക്കുന്നുണ്ടെന്നും പറഞ്ഞ് എൻ ജ്വല്ലറി തന്നെ അടച്ചുപൂട്ടാനുള്ള നീക്കവുമായിട്ടാണ് നന്ദവും നവീനും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതെല്ലാം പറഞ്ഞ് ജലജ ആകെ ഷോക്കായി നിൽക്കുകയാണ്. തന്റെ മക്കൾ പോലും തന്നെ അകറ്റി നിർത്തുകയാണല്ലോ ചെയ്തെന്നൊക്കെ ഓർത്തിട്ട് ജലജയ്ക്ക് ഈ സങ്കടം സഹിക്കാനാവുന്നില്ല. അച്ഛൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് തന്റെ മക്കൾ തന്നെയും പറ്റിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ജലജ സങ്കടപ്പെടുന്നുണ്ട്.
അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ ആദർശ് നയനെ തിരികെ അനന്തപുരിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ ഇവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്